ഇവിടെ അദ്ദേഹം പറഞ്ഞു യുബാഹു ഇസ്തിഅമാലു കുല്ലിൽ ആനിയ, പാത്രങ്ങൾ അവ എല്ലാം ഉപയോഗിക്കുന്നത് അനുവദനീയമാണ്. ഏതു പാത്രവും ഉപയോഗിക്കാം. പാത്രം ഇത്ര വലുപ്പമുണ്ടായി കുഴപ്പമില്ല, ഇത്ര ചെറുതാണ് കുഴപ്പമില്ല, വില കൂടിയതാണ് കുഴപ്പമില്ല, വില കുറഞ്ഞതാണ് കുഴപ്പമില്ല. എല്ലാ പാത്രവും ഉപയോഗിക്കുന്നത് അനുവദനീയമാണ്. പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാണ്, സ്റ്റീൽ കൊണ്ടുള്ളതാണ്, ഇരുമ്പ് കൊണ്ടുള്ളതാണ്, അലുമിനിയം കൊണ്ടുള്ളതാണ്. യുബാഹു ഇസ്തിഅമാൽ കുല്ലിൽ ആനിയ, ഏതു പാത്രവും നിനക്ക് ഉപയോഗിക്കാം. ഇല്ല ദഹബ വൽ ഫിദ്ദ, സ്വർണം പാടില്ല, വെള്ളിയും പാടില്ല. ഇത് ഇസ്ലാമിലെ പ്രത്യേകതകളിലൊന്നാണ്. ഇസ്ലാമിൽ പൊതുവെ ദുന്യവിയായ കാര്യങ്ങൾ അവയിൽ അനുവദിക്കപ്പെട്ടവയായിരിക്കും കൂടുതൽ. അതുകൊണ്ട് അനുവദിച്ച കാര്യങ്ങൾ ഓരോന്നും എണ്ണി പറയില്ല. പിന്നെയോ ഹറാമ് മാത്രമേ എണ്ണി പറയുകയുള്ളൂ. കഴിക്കുന്ന ഭക്ഷണം, ഹലാലായ ഭക്ഷണങ്ങളെക്കുറിച്ചാണോ ഖുർആനിൽ എണ്ണി പറഞ്ഞത്? ഇല്ല, ഹറാമായ ഭക്ഷണമാണ് എണ്ണിയത്. ഹറാമായത് ഇന്ന രൂപത്തിലുള്ളത് മാത്രമാണ്. മെയ്ത്തത്ത്, അള്ളാഹു അല്ലാത്തവരിൽ അർത്ഥത്, പന്നിമാംസം, രക്തം, ശവം, അതല്ലാത്തതെല്ലാം ഹലാലാണ്. ഇത് ഇസ്ലാമിലെ പൊതുവായ അടിത്തറകളാണ്. ദീനിൻ്റെ നിയമങ്ങൾ ഈ രൂപത്തിലാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. ദുനിയാവിൽ എല്ലാം അനുവദനീയമാണ്, അള്ളാഹു ഹറാമാക്കിയതൊഴികെ. പാത്രങ്ങളെല്ലാം ഉപയോഗിക്കാം, ഏതൊഴികെ? സ്വർണവും വെള്ളിയും ഒഴികെ എല്ലാ പാത്രവും ഉപയോഗിക്കാം എന്നതിന് തെളിവെന്താണ്? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅൻ, അവനാകുന്നു ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളും ഖലഖ ലക്കും, നിങ്ങൾക്ക് വേണ്ടി പടച്ചത്. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എടുത്തു പറയലാണ്. ഹറാമായ ഒരു കാര്യത്തിൽ അനുഗ്രഹമില്ല. ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി പടച്ചതാണ്. അവൻ ഹറാമാക്കിയ കാര്യം ഒഴികെ. അടിത്തറ എന്താണ്? ഭൂമിയിലുള്ള സർവ്വതും ഉപയോഗിക്കാം. അതാണ് അടിത്തറ, അതാണ് അടിസ്ഥാനം. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴികെ. ഈ ആയത്ത് എല്ലാ പാത്രങ്ങളും അനുവദനീയമാണ്, എല്ലാ വസ്ത്രവും അനുവദനീയമാണ്. ഇങ്ങനെ ദുന്യവിയായ എല്ലാ വാഹനങ്ങളും അനുവദനീയമാണ്, എല്ലാ വീടുകളും അനുവദനീയമാണ്, എല്ലാ കെട്ടിടങ്ങളും അനുവദനീയം. ഇങ്ങനെ ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ ഇതിനൊക്കെ ഈ ആയത്താണ് തെളിവ്. ശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഈ രൂപത്തിലാണ്. ശരി, സ്വർണവും വെള്ളിയും പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതിനെന്താണ് തെളിവ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തശ്റബു ഫീ ആനിയത്തി ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിൻ്റെ പാത്രങ്ങളിൽ, വെള്ളിയുടെ പാത്രങ്ങളിൽ നിങ്ങൾ കുടിക്കരുത്. വലാ തഅകുലു ഫീ സിഹാഫിഹ, സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ പാത്രങ്ങളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. ഫഇന്നഹ ലഹും ഫിദ് ദുനിയ വലക്കും ഫിൽ ആഖിറ, അവയെല്ലാം ദുനിയാവിൽ കുഫാറുകൾക്കുള്ളതാണ്, അന്ത്യനാളിൽ നിങ്ങൾക്കുള്ളതാണ്. പരലോകത്തിൽ സ്വർണത്തിൻ്റെ പാത്രങ്ങളും വെള്ളിയുടെ പാത്രങ്ങളും ആർക്കുള്ളതാണ്? മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. ദുനിയാവിൽ അവർക്ക് അള്ളാഹു അത് തടഞ്ഞു വച്ചിരിക്കുന്നു. ദുനിയാവ് അള്ളാഹു പരീക്ഷണത്തിന് വേണ്ടി നിശ്ചയിച്ച ഭവനമാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിലക്കുകളും ഒക്കെയുണ്ട്. പരലോകത്തിൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഇത് നൽകുന്നതാണ്. ഈ പറഞ്ഞ ഹദീസ് നമ്മൾ ഈ പറഞ്ഞ അടിസ്ഥാനത്തിലുള്ള തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ യശ്റബു ഫീ ഇനാഇൽ ഫിദ്ദതി ഇന്നമാ യുജർജിറു ഫീ ബത്നിഹി നാറ ജഹന്നം, വെള്ളിയുടെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ അവൻ തൻ്റെ വയറ്റിലേക്ക് നരകാഗ്നിയാണ് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത്. വെള്ളിയുടെ പാത്രത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം അതിനേക്കാൾ ഗുരുതരമായിരിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, ഉപയോഗിക്കുന്നത് പോലെ തന്നെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ എടുത്തു വെക്കുക എന്നതും പാടില്ലാത്ത കാര്യമാണ്. ഉപയോഗിക്കുന്നില്ല, പിന്നെയോ ഷോക്കേസിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അനേകം ഉലമാക്കൾ പറഞ്ഞു അത് ഹറാമിലേക്ക് നയിക്കുന്നതാണ്. അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ ഷോക്കേസുകളിൽ വെക്കുക എന്നതാണെങ്കിലും പാടില്ലാത്ത കാര്യമാണ്.